പറയുന്ന കാര്യം എനിക്കൊരു ഫ്ലോ ഇല്ല. അപ്പം ഞാൻ എൻ്റെ അധ്യാപകനെ ഓനക്കുട്ടി മാഷോട് ചോദിച്ചു, മാഷ എങ്ങനെ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം? മാഷ് പറഞ്ഞ് അധികം പുസ്തകം വായിക്കുക, അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വിവരമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബുക്ക് സ്റ്റാളിൽ ചെന്ന് പുസ്തകത്തിൻ്റെ വില കേട്ടപ്പോൾ നമുക്ക് താങ്ങാവുന്നതെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു കാര്യം ആലോചിച്ചു, ഞാൻ തന്നെ എഴുതിയിട്ട് ആവശ്യം വരുമ്പോൾ എനിക്ക് തന്നെ വായിക്കാമല്ലോ. അങ്ങനെ എനിക്ക് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം ഞാൻ 13 വയസ്സിൽ എഴുതണ്ടായിരുന്നു, പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ. അന്ന് ആ എഴുത്ത് തുറന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവരെ പോലൊക്കെ വലിയൊരു സ്വാതന്ത്ര്യമായിട്ട് മാറിപ്പോകേണ്ട ആളായിരുന്നു. കഷ്ടകാലം എനിക്കങ്ങനെ പറ്റിയില്ല, കാരണം ഒരു അധ്യാപകനായിരുന്നു. കാരണം ഞാൻ പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചെറുകഥാ മത്സരത്തിന് ചേരുന്നത്. അവിടെ ചെന്ന് ബയോളജി ലാബിലായിരുന്നു അന്ന് ഈ ചെറുകഥ എഴുത്ത്. ചെറുകഥ ചെന്നിരുന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ ഗോതമ്പ് മണിയിൽ ഞാനിങ്ങനെ ശില്പങ്ങൾ കൊത്തി വളരെ ചുരുക്കി ഇങ്ങനെ മനോഹരമായിട്ട് 2 മണിക്കൂറിൻ്റെ ഗോതമ്പിൽ അരിയിലും എള്ളിലും വരെ ഞാൻ കൊത്തി അവിടെ ഒരു മനോഹരമായ ശില്പം പണിതിട്ട് ഞാൻ സാറിനെ കൊടുത്ത് ഞാൻ ക്ലാസ്സിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ടീച്ചേഴ്സ് റൂമിൽ നിന്ന് ഞങ്ങളുടെ പിയൂൺ വന്നിട്ട് പറഞ്ഞു, സലിംകുമാറിനോട് ടീച്ചേഴ്സ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ഒന്നിനും മോശമായിട്ട് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവരെ അഭിനന്ദിക്കാൻ. ഞാൻ ഈ 2 കൂട്ടത്തിലും പെട്ട ആളല്ല, ഒരു ആവറേജ്. എന്ത് കാര്യമാണെന്ന് വെച്ചപ്പോൾ ഞാനവിടെ ചെന്നു ടീച്ചേഴ്സ് റൂമിൽ. അപ്പോൾ CK ഗംഗാധരൻ, നിങ്ങൾക്കറിയാം, പറവൂർക്കാരൻ തന്നെ അദ്ദേഹം. CK ഗംഗാധരൻ എന്ന അധ്യാപകനാണ് അവിടെ അന്നേരത്ത് ഉണ്ടായിരുന്നത്. പുള്ളിയാണ് ഈ സാഹിത്യപരമായ കാര്യങ്ങളിലൊക്കെ ചുമതലയുള്ള ആൾ. അങ്ങനെ മാഷ്, നീയാണോ സലിംകുമാറെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഞാനാണ്. ആ, നിന്റെ ചെറുകഥ ഞാൻ വായിച്ചു, എനിക്ക് സന്തോഷമായി. അപ്പോൾ സാറ് പറഞ്ഞു, 4 ബലാത്സംഗവും 3 സ്റ്റണ്ടുള്ള ചെറുകഥ ഞാൻ ആദ്യമായിട്ട് വായിക്കുകയാണ്. കാരണം ഒരു 13-കാരൻ്റെ ചെറുകഥയിൽ 4 ബലാത്സംഗം 3 സ്റ്റണ്ട്. അപ്പം ഞാനത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എനിക്കത് കുഴപ്പം സംഭവിച്ചു. കാരണം ഞാൻ ഇന്ന് കാണുന്ന സിനിമയിൽ 4 or 3 ഒക്കെ ബലാത്സംഗം ഉണ്ട്, സ്റ്റണ്ടും ഉണ്ട്. ഇതാണ് ഞാൻ എഴുതിയത്. എന്നോട് കൊച്ചിൻ ഹനീഫ പറഞ്ഞിട്ടുണ്ട്, അന്ന് അത് ട്രെൻഡായിരുന്നു. അത് കൊച്ചിൻ ഹനീഫ ഒരു സിനിമയായിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്ത് ഇരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ആളുകൾക്ക് ചെന്നു, അവരുടെ സിനിമയിൽ 2 റേപ്പുണ്ട്. അപ്പോൾ അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചു. അവർ ചെന്നപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ചോദിച്ചു, എത്ര റേപ്പുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ 2 റേപ്പുണ്ട്. 5 റേപ്പുള്ള ആൾക്കാർ ആയിരിക്കും എടുത്തിട്ടില്ല ഞങ്ങൾ. അപ്പോൾ അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ എഴുതിയ തെറ്റെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മാറ്റു പറഞ്ഞു, ഈ സിനിമയൊന്നും കണ്ടിട്ടല്ല കഥ എഴുതേണ്ടത്, നീ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ലെന്ന്. ഈ ലൈബ്രറി പോയിട്ട്, പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ ലൈബ്രറി ഉണ്ട്. പറവൂർ ബോയ്സ് ഹൈസ്കൂളിന് ചോക്കും ടെസ്റ്ററും വെക്കുന്ന സ്ഥലത്തിന് പോലും ലോക്കുണ്ട്, ലൈബ്രറിക്ക് ലോക്കില്ല. അവിടെ അങ്ങനെ ആരും കണ്ടിട്ട് പോലുള്ള പുസ്തകം, അങ്ങനെ സ്ഥലമുണ്ട് ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയിൽ ഞാൻ ചെന്നു, ഒരു ചെറിയ പുസ്തകം നോക്കിയെടുത്തു. അതിൻ്റെ പേര് മഞ്ഞെന്നായിരുന്നു. എനിക്കറിയില്ല മഞ്ഞെന്താണ്, MT എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് ഏറ്റവും ചെറിയ പുസ്തകം നോക്കിയെടുത്തു, അത് മഞ്ഞായിരുന്നു. മഞ്ഞ് ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, അത് സാഹിത്യകാരൻ അതുകൊണ്ട് വേണമല്ലോ, മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഞാൻ അന്ന് രാത്രി ഞാൻ ആ പുസ്തകം തീർത്തു. അപ്പം തന്നെ എഴുത്താരംഭിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനത് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ചീവീട് തൻ ശബ്ദം മുഖരിതമാകുന്നു കുമയോൺ കുന്നിൻ്റെ മുകളിൽ. എനിക്കറിയില്ല കുമയോൺ കുന്ന് എന്താണ്, മുഖരിതമാകുന്നൊന്നും അറിയില്ല എന്താണെന്ന്. പക്ഷെ ഇതൊക്കെ മഞ്ഞ് നോവലിലുണ്ട്. അത് ഒരദ്ദേഹത്തിന് വായിച്ചെങ്കിൽ മനസ്സിലാവില്ല. എനിക്ക് എങ്ങനെ എഴുതാൻ അറിയണമെന്ന്, എങ്ങനെ മോഷിക്കണമെന്ന് തന്നെ അറിയാം. അപ്പോൾ ഇത് പല അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ചീവീട് ഒരു അധ്യായത്തിൽ എടുക്കും, കുമയോൺ കുന്ന് ഒന്നിന്ന് എടുക്കും, മുഖരിതം ഒന്നിന്ന് എടുക്കും. അങ്ങനെ എടുത്തിട്ട് നോക്കിയപ്പോൾ കഥയായില്ല, ഗോതമ്പൂടി ആയില്ല, മറ്റേ ബാർലിയിലായി പോയി കൊത്തിയത്, കവിതയായി പോയി. അങ്ങനെ ഞാൻ ചെങ്ങാനും പറഞ്ഞെടുത്ത് പിറ്റേ ദിവസം ചെന്നു. ഞാൻ പറഞ്ഞു, മാഷേ എന്താണ്? കാരണം വേണ്ടാത്ത സാധനം വേണ്ടാത്തൊക്കെ കൈ കാണുമ്പോൾ മാഷം മരിച്ചു വയ്ക്കുമല്ലോ, എന്താണ് തീർന്നു? ഒരു സാധനം കൊണ്ടിട്ട് വായിക്കാൻ കൊടുത്തു. പിന്നെ മാഷ് പറഞ്ഞു, നീ ഒരു പുസ്തകം വായിച്ചപ്പോൾ തന്നെ കവിത എഴുതി, നീ മേലാ നീ പുസ്തകം വായിച്ചു പോയിരുന്നു. അന്ന് നിർത്തിയാണ് എൻ്റെ വായന. അല്ലെങ്കിൽ ഞാനിപ്പോൾ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്യേണ്ട ഒരാളായിരുന്നു. ഗംഗാരം മാഷ്, ഈ HMയുടെ വെളിച്ചം കൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക്.
പിന്നെ എനിക്ക് നന്ദി പറയേണ്ടത് ഒരു സാഹിത്യകാരനാണല്ലോ. ഇപ്പോൾ നന്ദി പറയേണ്ടത് സുനിൽ പിള്ളയെടുത്തോളം. കാരണം പണ്ട് 84-86 കാലഘട്ടത്തിൽ ഈ കോളേജിൽ ഞാൻ കേസുകാരനാണ്. അന്ന് ഇവിടെ പറവൂരേതോ കേസുകാരൻ ബ്ലൂ ഫിലിം കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് SFIക്കാർ അവരുടെ വാർത്താ ബോർഡിൽ എഴുതി വെച്ചത് ബ്ലൂ ഫിലിമിൽ അറസ്റ്റ്. ഞങ്ങൾക്ക് കേസുകാർക്കൊക്കെ നാണക്കേടായി. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ നോക്കിയത് രാജേന്ദ്രപ്രസാദിന്റെ മൊത്തമാണ്. രാജേന്ദ്രപ്രസാദ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അവർ എന്താണ് എന്തിനാ നമ്മുടെ മറ്റേ ആളെ ബ്ലൂ ഫിലിം അറസ്റ്റ് ചെയ്ത് SFIക്കാരോട് ഭയങ്കര വയ്ക്കുന്നുണ്ട്. അപ്പൊ രാജേന്ദ്രപ്രസാദ് പറഞ്ഞു, ബംഗാളിൽ എന്നോ ഒരു മാർക്സിസ്റ്റായിരുന്ന വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്ന നമുക്ക് അത് എഴുതിയൊക്കെ തോന്നി. ബംഗാളായാലും പാകിസ്ഥാനായാലും മാർക്സിസ്റ്റായാലും നമുക്ക് അത്ര ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബംഗാളിൽ എന്ത് ഭാസ്കർ റാവോ രാജസ്ഥാൻ അറിയത് ഭാസ്കർ റാവു വിഭജിക്കാൻ പോയെന്ന് പറഞ്ഞു ഞങ്ങളൊരു ബോർഡ് വെച്ച് SFIക്കാർ ഈ ബോർഡ് എടുത്ത് കളഞ്ഞു. ഇതിൽ കുപിതനായ ഞാൻ SFIക്കാരുടെ വാർത്താ ബോർഡ് മാറ്റി കളഞ്ഞു. അന്നൊക്കെ വാർത്താ ബോർഡ് മാറ്റി കളയാന്ന് വെച്ചാൽ വീടിന് തീ വെക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വാർത്താ ബോർഡ് മാറ്റി കളഞ്ഞ് ഞാൻ തൈര് സമയം നടന്നു വരുമ്പോൾ ഒരു ഉച്ചയ്ക്കാണ് ഇതിൻ്റെ അപ്പുറത്ത് സുനിൽ പറഞ്ഞ്, നീ വിട്ടോ, നിന്നെ മൂത്തോന്ന് ചെത്ത് അതിൽ തല്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ തീരുന്നതിൻ്റെ അടുത്ത ട്രാൻസ്പോർട്ടിലേക്ക് ഞാൻ വണ്ടി വിട്ടിയാൽ അല്ലെങ്കിൽ മൂത്തോന്ന് ചെത്ത് വരുമെന്ന് എന്റെ കൊല ചെത്തി കള്ളെടുത്തേനെ വരി. അങ്ങനെ അന്ന് പക്ഷെ എന്നെ അവർ വെറുതെ വിട്ടില്ല. അതാണ് അന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ പറവൂര് പുരോഗമന കലാ സംസ്കാര സംഘവും സംസ്കാര വേദി അന്നില്ല. അങ്ങനത്തെ സംസ്കാര സംഘം മാർക്സിസ്റ്റായ സംഭവമാണ്, എനിക്കറിയില്ല. അങ്ങനെ ഞാനവിടെ ഒരു പരിപാടിയുടെ മത്സരത്തിൽ വന്നു, മോണാക്ടിന് വിളിക്കും. അപ്പൊ എന്നോട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടൊരു ബന്ധു ഉണ്ടായിരുന്നു, സ്നേഹേന്ദ്രൻ. എനിക്കറിയാം, എന്റെ ബന്ധു തന്നെ കുറച്ച് എൻ്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവാണ്. അവൻ പറഞ്ഞു, അവനാണ് നമ്മുടെ വാർത്താ ബോർഡ് മാറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് എന്നെ 19 പേരുടെ ചുറ്റും കൂടിയിട്ട് തല്ലിയൊന്നുമില്ല. അവര് എൻ്റെ മാതൃക്കളെയും പുതുക്കളെയൊക്കെ ഒരുപാട് വിളിച്ചു. പക്ഷെ ഞാൻ സ്നേഹത്തിനോട് പ്രതികാരം ചെയ്തു. അതാണ് എൻ്റെ സംഭവം. ഒരാളെ വെറുതെ വിടരുത് നമ്മൾ കാലത്ത് കഴിയുമ്പോൾ. ഞാൻ സിനിമ പൂർണ്ണമായി കഴിഞ്ഞ ശേഷം സ്നേഹത്തിൻ്റെ ഒരു ബുക്ക് പ്രസാദനം ചെയ്തു. 1/2 മണിക്കൂർ ഞാൻ സാഹിത്യത്തെ സ്നേഹത്തിൻ്റെ ഇരുത്തിയാൻ പ്രസംഗിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രതികാരമാണ് സ്നേഹത്തിനോട്. അങ്ങനെ എൻ്റെ സാഹിത്യ ജീവിതമൊക്കെ അതാണ്. പിന്നെ ഈ സാഹിത്യ സദസ്സ് നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ആരെങ്കിലും വരുന്നതെന്ന് നോക്കി. അപ്പൊ എൻ്റെ ഒരു സംശയമാണ്. കാരണം ഇവിടെ BR സതീഷുണ്ട്, സുനിലുണ്ട്, മറ്റെല്ലാവരും KP രാമനാഥ്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഏകദേശം 50 കഴിഞ്ഞ ആൾക്കാരും 50 അടുത്ത പ്രായമുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ സൂപ്പർ സ്റ്റാർസുകൾ തന്നെയാണ് ഈ രംഗത്ത്. പക്ഷേ ഇവിടുത്തെ യുവജനങ്ങൾ അവരെഴുതുന്നുണ്ടാവും, അവരെന്താണ് സൂപ്പർ സ്റ്റാർ ഉണ്ടാവാത്തത്? ആ രംഗത്ത് ആരും ഒരു സൂപ്പർ സ്റ്റാറുകളായിട്ട് വരുന്നില്ല. ഞാനിപ്പോൾ ഒരുപാട് സമ്മേളനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ട് പഴകിയ പേരുകൾ തന്നെയാണ്. പുതിയൊരാള് ഇയാളാണ് ഇപ്പോഴത്തെ സ്റ്റാർ, സാഹിത്യ സ്റ്റാർ. അപ്പൊ ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ എവിടെ പോയത്? അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരൊക്കെ കാനഡക്ക് പോയി. അതാണ് പ്രശ്നം. യുവതലമുറയൊക്കെ കാനഡക്ക് പോയി. ഇപ്പൊ പോർച്ചുഗീസിലേക്ക് പോകുമ്പോൾ ഈ സാഹിത്യത്തെ സംബന്ധിച്ച് ആരാ സാഗ കടലിന് അക്കരക്ക് എടുക്കേണ്ട ആൾക്കാർ വരണ്ട വന്നു. മലയോര കോളേജിലെ പിള്ളേർക്ക് ഈ കഥാമത്സരം തരാനായിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ എവിടെ പോയി? അതാണ് ചോദിക്കാനുള്ളത്, എവിടെ പോയി? അതൊക്കെ ഒന്ന് ആലോചിക്കണം. ഏതായാലും സാഗ ചെയ്തത് എൻ്റെ സ്നേഹിതന്മാർ തന്നെ അവർ പേരെടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സാഗക്ക് അതിൽ ഇനിയും ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. അപ്പോ എൻ്റെ പുസ്തകം ഇവിടെ വിൽക്കുന്നുണ്ട്. ഞാൻ 30% റിബേറ്റിനാണ് കൊടുക്കാൻ പറഞ്ഞേക്കണം. എൻ്റെ കാശ് വേണ്ടത് പറഞ്ഞേക്കാണ്. ഇത് ഓണമായിട്ട് റിബേറ്റ് കൊടുത്തേക്കാണ്. ഇത് 30 പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആരും വാങ്ങിച്ചില്ലെങ്കിൽ അനുഭവപ്രദാവ് ചുവന്ന് ദുബായി കൊണ്ടുകൊണ്ട് ഒരു സാധനം. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.